മൂവാറ്റുപുഴയിലും പോലീസുകാരുടെ ക്രൂരതയ്ക്കിരയായ യുവാവിന് മർദ്ദനമേറ്റ വാർത്ത വരുന്നുണ്ട്. ബാറ്ററി മോഷണം ആരോപിച്ചാണ് പെരുമ്പലൂർ സ്വദേശി അമൽ ആന്റണിയെ പോലീസ് ആളുമാറി കസ്റ്റഡിയിലെടുത്തത്. മർദ്ദനത്തിൽ അമലിന്റെ നട്ടലിനും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റു. പരാതിക്ക് പിന്നാലെ അന്വേഷണത്തിന് റൂറൽ SP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബലമായിട്ട് അവർ 4 പേര് ചേർന്ന് എൻ്റെ കയ്യിലും കാലിലും കഴുത്തിലും പിടിച്ച് ബലമായി തിരിക്കുകയും മുറ്റത്തെ കൂടെ ചെരുപ്പ് ധരിച്ചിരുന്നില്ല എന്നെ വല്ല മൃഗീയമായി വലിച്ചിടിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. ആദ്യ ശ്രമത്തിൽ തന്നെ എൻ്റെ കാല് മുറിഞ്ഞ് ഒത്തിരി ബ്ലഡ് തന്നെ പോയി. അതിനുശേഷമാണ് എനിക്ക് അവർ ചെരുപ്പിടാൻ അനുവദിച്ചത്. തുടർന്ന് പോലീസ് വാഹനത്തിലേക്ക് അവർ ബലമായിട്ട് തള്ളി കയറ്റുകയായിരുന്നു. എന്നിട്ട് അതിനുശേഷം വാഹനത്തിനുള്ളിൽ ഇരുത്തിക്കൊണ്ടാണ് എൻ്റെ കൈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൈ പിടിക്കുകയും കുനിച്ച് നിർത്തിയിട്ട് അവർ മുതുകിനിട്ടും കഴുത്തിൻ്റെ ബാക്കിലുമാണ് എനിക്ക് മർദ്ദനമേറ്റത്. ആ മർദ്ദനത്തിൽ എനിക്ക് 2-3 മിനിറ്റത്തേക്ക് വേദന സഹിക്കാണ്ട് എനിക്ക് മെമ്മറി നഷ്ടപ്പെട്ടു. അതിനുശേഷം നേരെ മൂവാറ്റുപുഴ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ എടുക്കാൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. SS ശരൺ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിങ് SS ശരൺ. അമൽ ആന്റണിക്ക് ഉണ്ടായ ദുരവസ്ഥ അത് ക്രൂരമായ മർദ്ദനമാണ്. മോഷണക്കേസിൽ പ്രതിയെന്ന് കരുതി കസ്റ്റഡിയിലെടുത്ത് തല്ലിച്ചതയ്ക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ? സുജയ, ഗുഡ് ഈവനിങ്. എന്തായാലും ഈ ഒരു പരാതിയിൽ ഇപ്പോൾ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. റൂറൽ SP അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായും മൂവാറ്റുപുഴ DYSPയോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് റൂറൽ SP നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അദ്ദേഹം വൈകാതെ തന്നെ ഈ പരാതിക്കാരനായ അമലിന്റെ മൊഴിയെടുക്കും. ഇതിന് പുറമെ തന്നെ ആരോപണ വിധേയരായ പോലീസുകാരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അമലിന് നേരിട്ടത് ക്രൂരമായ മർദ്ദനമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. അമലിന്റെ കഴുത്തിനും നട്ടലിനുമാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തിരിക്കുകയാണ്. അമൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. അതായത് ഈ മാസം 12-നാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിൽ പ്രധാനമായും താൻ വർഷങ്ങളായിട്ട് ഒരു ഇൻവേർട്ടർ ബാറ്ററി ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ അത് വിൽക്കാനായിരുന്നു തീരുമാനം. അങ്ങനെ ഒരു ആക്രി കടയിൽ കൊണ്ടുപോയി വിൽക്കുന്നു. ആ വിൽക്കുന്ന സമയത്ത് തന്നെയാണ് മറ്റൊരു കടയുടമ ഒരു പരാതിയുമായി രംഗത്തെത്തുന്നത്. അതായത് ആ കടയുടമ പറഞ്ഞിരുന്നത് തൻ്റെ കടയിൽ നിന്ന് ഒരു ഇൻവേർട്ടർ ബാറ്ററി മോഷണം പോയെന്നുള്ളതാണ്. അപ്പോൾ ഈ കേസിലെ പ്രതിയാണെന്ന് സംശയിച്ചുകൊണ്ടാണ് അമലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും തുടർന്ന് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ മാസം 12-ാം തീയതി അമൽ കുടുംബത്തോടൊപ്പം വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് 4-അംഗ സംഘം അവിടേക്ക് എത്തുന്നത്. തുടർന്ന് അമലിനെ വലിച്ചിഴച്ച് പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നു. ഇതിനിടയിലെല്ലാം തന്നെ അമൽ പറയുന്നുണ്ട് താൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ തന്നെ ഈ വാഹനത്തിനുള്ളിലേക്ക് കയറ്റുന്നു. അതിനുശേഷം ക്രൂരമായി മർദ്ദിക്കുന്നു. പ്രത്യേകിച്ച് കസ്റ്റഡിയിലെടുത്താണ് ഈ ക്രൂര മർദ്ദനം എന്നതാണ്. മോഷണം ആരോപിച്ചാണ് പോലീസിന്റെ ക്രൂരത. അപ്പോൾ ഒന്ന് കൊയിലാണ്ടിയിൽ നമ്മൾ കാണുന്നു, അതുപോലെ തന്നെ കൊയിലാണ്ടിയിൽ മാത്രമാണെന്ന് കരുതുമ്പോൾ മൂവാറ്റുപുഴയിലും കാണുകയാണ്. ഇതൊക്കെ അവസാനിപ്പിക്കേണ്ടേ? ജനമൈത്രിയല്ലേ വേണ്ടത്?